നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കളങ്കാവൽ സിനിമയെ പറ്റിയാണ്. നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു 100 കോടി കളക്ഷൻ ഇല്ല എന്നുള്ളത് പല ഫാൻസിന്റെയും വർഷങ്ങളായുള്ള ചെറിയൊരു പ്രശ്നമാണ്. പല ഫാൻസും ഇതിനു വേണ്ടി നന്നായി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ നടന്മാരുടെ പടങ്ങൾ വരെ 100 കോടി അടിക്കുന്നു. എന്നിട്ട് നമ്മുടെ മമ്മൂക്കയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് വേറെ ചിലർക്ക് പ്രശ്നം. 2019 മധുരരാജ ഓഡിയോ ലോഞ്ച് ടൈമിൽ അവസാനം മമ്മൂക്ക തന്നെ പറഞ്ഞിരുന്നു എനിക്ക് 100 കോടി വേണ്ട എന്ന്. പക്ഷെ പിന്നീട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞു സിനിമയുടെ ടീം 100 കോടി പോസ്റ്റേഴ്സ് പുറത്തുവിട്ടിരുന്നു. അത് ബിസിനസ് കളക്ഷൻ കൂട്ടിയാണ് 100 കോടി വരുന്നത്. ഇപ്പോൾ കളങ്കാവൽ സിനിമ ഇറങ്ങി. നിലവിൽ സിനിമ 80 കോടിക്കടുത്ത് കളക്ഷൻ നേടി. ഈ ഒരു സിനിമ ഇറങ്ങിയ ടൈമിൽ ഫസ്റ്റ് വീക്ക് എല്ലാം നല്ല റെസ്പോൺസ് ആയിരുന്നു. ഫസ്റ്റ് വീക്ക് എല്ലാം നല്ല രീതിയിൽ കളക്ഷൻ കയറി. ഈ ഒരു പോക്ക് പോയാൽ എന്തായാലും 100 കോടി അടിക്കുമെന്നാണ് ഇതുവരെ പലരും കരുതിയത്. എന്നാൽ നിലവിലെ കാര്യം നോക്കിയാൽ അതത്ര എളുപ്പമല്ല. ചാൻസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോഴാണെങ്കിൽ ബബ്ബ സിനിമ ഇറങ്ങി. ഈ ഒരു സിനിമ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മിക്സഡ് റെസ്പോൺസ് ആണെങ്കിലും നമുക്കറിയാം ഇത് 2 സൂപ്പർ സ്റ്റാർസ് ഉള്ള പടമാണ്. ഇതൊരു പുതിയ പടമാണ്. അപ്പോൾ സ്ക്രീനുകൾ കൂടുതൽ വേണം. ഇതുകൊണ്ടെല്ലാം തന്നെ കളങ്കാവൽ നിലവിലുള്ള തിയേറ്റേഴ്സിൽ നിന്നും വാഷ് ഔട്ട് ആവാനുള്ള ചാൻസും ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് 100 കോടി അടിക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാന കാര്യം ഇതൊരു സ്ലോ ബേസിൽ തുടങ്ങുന്ന ഒരു സീരിയസ് സിനിമയാണ്. അല്പം വയലൻസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസ് കുറവായിരിക്കും. ഒരു മാസ പടമല്ലാത്തതുകൊണ്ട് ഫാൻസുകാർക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയി സെലിബ്രേറ്റ് ചെയ്ത് കാണാൻ കഴിയില്ല. കാരണം ഇത് അങ്ങനെയുള്ള ഒരു സിനിമയല്ല. ഇതൊരു സീരിയസ് തീമിൽ വന്ന് യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്തുള്ള സിനിമയാണ്. മമ്മൂക്കയുടെ ക്യാരക്ടറും അങ്ങനെയാണ്. ഫാൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ് മസാല വില്ലൻ ക്യാരക്ടർ അല്ല. മമ്മൂക്കയുടെ ഒരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ഫാമിലി ഓഡിയൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഫാൻസുകാരെല്ലാം കണ്ടു കഴിഞ്ഞു പടം വാഷ് ഔട്ട് ആവാതെ ലോങ് റണ്ണിങ്ങിൽ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ഫാമിലി ഓഡിയൻസ് തന്നെയാണ്. നമ്മൾ ഈ ഒടിയൻ സിനിമ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒടിയൻ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഒടിയൻ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് കയറ്റിയത് സിനിമയുടെ പ്രൊഡക്ഷൻ ടീം തന്നെയാണ്. ആവശ്യമില്ലാതെ വെറുതെ ഓവർ ഹൈപ്പ് കൊടുത്തു. അങ്ങനെ കാത്തിരുന്ന് ഈ ഒരു പടം റിലീസായി. ഈ തിയേറ്റേഴ്സിന്റെ പുറകുവശത്തൊരു ഡോറ് അത് എപ്പോഴും ഉണ്ടാകും. ഡയറക്ടർ ആ ഒരു ഡോറ് വഴി ഓടേണ്ടി വന്നു. ഇതിനെല്ലാം കാരണം ഓവർ ഹൈപ്പ് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഓടിക്കഴിഞ്ഞു ഫാൻസുകാർ തന്നെ ഈ ഒരു പടം കൈവിട്ടു. എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പടം 50 കോടിക്ക് മേലെ കളക്ഷൻ നേടി. അത്യാവശ്യം ലോങ് റണ്ണിങ് ആയിരുന്നു. ഇതെന്തുകൊണ്ടെന്നാൽ അത് ഫാമിലി സപ്പോർട്ട് കൊണ്ടാണ്. ഫാമിലി ഓഡിയൻസിന് ഈ ഒരു സിനിമ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് ഒരു ഹൈപ്പും കൊടുത്തില്ലായിരുന്നെങ്കിൽ സൈലന്റ് ആയി വന്നിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ചിലപ്പോൾ 100 കോടി നേടുമായിരുന്നു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മൂക്കയുടെ കാര്യം നോക്കിയാൽ നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിരുന്നു ഈ ഒരു സിനിമയ്ക്ക് എന്നല്ല നിലവിൽ നമ്മുടെ മമ്മൂക്കയ്ക്ക് ഫാമിലി സപ്പോർട്ട് അല്പം കുറവാണ്. കാരണം നമ്മുടെ മമ്മൂക്ക ഇപ്പോൾ കൂടുതലും എക്സ്പെരിമെന്റ് സിനിമകളാണ് ചെയ്യുന്നത്. ഫാമിലി സിനിമകൾ വളരെ റയറാണ്. ഫാമിലി സിനിമകൾ കുറഞ്ഞപ്പോൾ ഫാമിലി ഓഡിയൻസും കുറഞ്ഞു. നമുക്കറിയാം ലാലേട്ടൻ ഫാമിലി സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിലവിൽ ഫാമിലി സപ്പോർട്ട് കൂടുതലുണ്ട്. ഇനി കളങ്കാവൽ സിനിമ നമ്മുടെ ലാലേട്ടനാണ് ചെയ്തിരുന്നതെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെയും 100 കോടിക്ക് മേലെ കളക്ഷൻ നേടാൻ കഴിയും. ഇതെങ്ങനെയെന്നാൽ നമുക്കറിയാം ഈ ഒരു സിനിമ മമ്മൂക്ക ഫാമിലി സപ്പോർട്ട് അധികം ഇല്ലാതെ 80 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അപ്പോൾ ലാലേട്ടനാണെങ്കിൽ ലാലേട്ടന് ഫാമിലി സപ്പോർട്ട് മാത്രമല്ല മറ്റൊരു പവർ കൂടിയുണ്ട്. അതാണ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഓവർസീസ് അഥവാ ഇന്ത്യക്ക് പുറത്തുള്ള മലയാളി ഓഡിയൻസിലേക്ക് ലാലേട്ടൻ സിനിമകൾ അല്പം കൂടുതലെത്തും. ഇതിന്റെ കാരണം ബ്രാൻഡ് വാല്യൂ ആണ്. ലാലേട്ടന്റെ പല പടങ്ങളും 100 കോടിക്ക് മേലെ കളക്ഷൻ നേടി. ഏകദേശം ഒരു 10 വർഷത്തിന് മുന്നേ ലാലേട്ടൻ 100 കോടി നേടിയതാണ്. ഇപ്പോൾ പല പടങ്ങളും 200 കോടിക്ക് മേലെ കളക്ഷൻ നേടി. അപ്പോൾ എന്തായാലും ബ്രാൻഡ് വാല്യൂ കൂടി വരും. വിതരണക്കാർ അഥവാ ഡിസ്ട്രിബ്യൂഷൻ പവറും കൂടും. ലാലേട്ടൻ എന്നല്ല ആരുടെ പടമാണെങ്കിലും വലിയൊരു കളക്ഷൻ നേടിയാൽ അവരുടെ ബ്രാൻഡ് വാല്യൂ കൂടി വരും, ഡിസ്ട്രിബ്യൂഷൻ പവറും കൂടും. മമ്മൂക്കയുടെ ഏതെങ്കിലും ഒരു പടം എങ്ങനെയോ ഒരു 300 കോടി അടിച്ചു എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും ഡിസ്ട്രിബ്യൂഷൻ പവർ എല്ലാം ഡബിൾ ആവും. പിന്നീട് ഇറങ്ങുന്ന പടങ്ങളെല്ലാം ഹിറ്റാണെങ്കിൽ 100 കോടി അടിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇനി ഫ്യൂച്ചറിൽ മമ്മൂക്കയുടെ ഏതെങ്കിലും ഒരു പടം 100 കോടി അടിക്കുമോ എന്ന് ചോദിച്ചാൽ 100 കോടി അടിക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതത്ര ഈസി ആയിരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു സിനിമ 100 കോടി കയറുക എന്നുള്ളത് മമ്മൂക്കയുടെ പ്രൈമറി ടാർഗറ്റ് അല്ല. മലയാള സിനിമയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള പുതിയ എക്സ്പെരിമെന്റുകൾ കൊണ്ടുവരിക, ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരിക, അങ്ങനെ ഫ്രഷ്നെസ് നിലനിർത്തുക എന്നുള്ളതാണ്
നമ്മുടെ മമ്മൂക്കയുടെ മെയിൻ ടാർഗറ്റ്. അത് മമ്മൂക്ക ഭംഗിയായി ചെയ്യുന്നുമുണ്ട്. 100 കോടി കയറുക എന്നുള്ളത് നമ്മുടെ മമ്മൂക്കയുടെ പ്രശ്നമേ ഇല്ല. മമ്മൂക്ക അതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ല. മലയാള സിനിമയ്ക്ക് വെറൈറ്റി കണ്ടന്റുകൾ നൽകുക എന്നുള്ളതാണ് മമ്മൂക്കയുടെ ടാർഗറ്റ്. ഇനി മമ്മൂക്കയ്ക്ക് പെട്ടെന്ന് 100 കോടി വേണമെങ്കിൽ അത് മമ്മൂക്ക തന്നെ വിചാരിക്കണം. ഫാൻസുകാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യണം. ഫാൻസുകാർക്ക് കാണേണ്ട മമ്മൂക്ക വളരെ മാസായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള മമ്മൂക്കയാണ്. ഫാൻസുകാരെല്ലാം വർഷങ്ങളായി വെയിറ്റ് ചെയ്യുന്നത് ബിഗ് ബി 2 പോലെയുള്ള സിനിമയ്ക്കാണ്. പിന്നെ വിജയിക്കുന്ന മറ്റൊരു കാറ്റഗറിയാണ് മമ്മൂക്കയുടെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറ്റാന്വേഷണ സിനിമകൾ. പക്ഷേ ഫാൻസുകാർക്ക് ഒരല്പം കൂടുതൽ ഇഷ്ടം സ്റ്റൈലിഷ് ആയ മമ്മൂക്ക തന്നെയാണ്. 2017 ഗ്രേറ്റ് ഫാദർ സിനിമ ഇറങ്ങി. ഇതിലൽപ്പം സ്റ്റൈലിഷ് ആയിട്ടുള്ള മാസ് ആയിട്ടുള്ള മമ്മൂക്കയായിരുന്നു. ഫാൻസുകാർക്കെല്ലാം ഈ ഒരു ക്യാരക്ടർ വളരെ ഇഷ്ടപ്പെട്ടു. സിനിമ 50 കോടിക്ക് മേലെ കളക്ഷൻ നേടി. പിന്നെ വന്ന സിനിമയാണ് അബ്രഹാമിന്റെ സന്തതികൾ. ഈ ഒരു സിനിമ ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വന്ന സിനിമയാണ്. പക്ഷെ ചെറിയ രീതിയിൽ ഒരു മാസ് മമ്മൂക്കയായിരുന്നു. ഈ ഒരു സിനിമയും 50 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട്. പിന്നീട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മമ്മൂക്കയുടെ കരിയറിലെ തന്നെ നമ്പർ 1 കളക്ഷൻ നേടിയ സിനിമയാണ് ഭീഷ്മ പർവ്വം സിനിമ. ഇതും ഒരു മാസ് സ്റ്റൈലിഷ് ആയ ക്യാരക്ടറാണ്. മമ്മൂക്കയുടെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ അത് കണ്ണൂർ സ്ക്വാഡ് സിനിമയായിരുന്നു. 80 കോടിക്കടുത്ത് കളക്ഷൻ നേടി. നിലവിൽ ഈ ഒരു റെക്കോർഡ് കളങ്കാവൽ സിനിമ മാറ്റും. മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ രണ്ടാമത്തെ സിനിമയായി നിലവിൽ കളങ്കാവൽ സിനിമ മാറും. ഇത് രണ്ടും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളാണ്. പിന്നെയുള്ള സിനിമയാണ് ബ്രഹ്മയുഗ സിനിമ. ഇതൊരു വെറൈറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. മമ്മൂക്ക വില്ലനായിരുന്നു. മമ്മൂക്ക മാസ് വില്ലൻ എന്ന രീതിയിൽ അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ, അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് വന്ന മമ്മൂക്ക ക്യാരക്ടേഴ്സിനെ നോക്കിയാൽ അതെല്ലാം മാസ് സ്റ്റൈലിഷ് ക്യാരക്ടേഴ്സ് ആണ്. ഈ സിനിമകളെല്ലാം നോക്കിയാൽ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയി ഒരു സെയിം പ്രത്യേകതയുണ്ട്. ഇവരെല്ലാം അല്പം സീരിയസ് ആണ്, സ്റ്റൈലിഷ് ആയ മാസ് ക്യാരക്ടേഴ്സ് ആണ്. ചെറിയ രീതിയിൽ ഒരു ബിഗ് ബി സ്റ്റൈൽ. അപ്പോൾ ഫാൻസുകാർ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള മമ്മൂക്കയ്ക്ക് വേണ്ടിയാണ്. ഇതിന്റെ മറ്റൊരു എക്സാമ്പിളാണ് അടുത്ത കാലത്ത് ബസൂക്ക സിനിമയുടെ ട്രെയിലർ വന്നു. ആ ഒരു സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പായിരുന്നു. കാരണം ആ ഒരു ട്രെയിലറിൽ അങ്ങനെയുള്ള ഒരു സ്റ്റൈലിഷ് മമ്മൂക്കയായിരുന്നു. അങ്ങനെ പടം ഇറങ്ങിയപ്പോൾ പടം വിചാരിച്ചതുപോലെ ആയിരുന്നില്ല, പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ല. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് കൂടുതൽ പടം ഇറക്കിയാൽ, ഏതെങ്കിലും ഒരു പടത്തിന് ഹെവി റെസ്പോൺസ് വന്നാൽ എന്തായാലും 100 കോടി അടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ 100 കോടി ടാർഗറ്റ് ചെയ്തല്ല നമ്മുടെ മമ്മൂക്ക പടം ഇറക്കുന്നത്. മമ്മൂക്ക പടത്തിന്റെ കണ്ടന്റും വെറൈറ്റിയുമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കുറച്ചാളുകളെങ്കിലും ഇന്നും കരുതിയിരിക്കുന്നത് 100 കോടി കളക്ഷൻ നേടിയാലേ ആ ഒരു നടന് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ അത്ര പവർ ഇല്ല എന്നാണ്. എന്നാൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു സിനിമ 100 കോടി നേടിയാൽ ആ ഒരു നടന്റെ മാർക്കറ്റിംഗ് പവർ മാത്രമേ കൂടുകയുള്ളൂ. ഒരു നടന്റെ വാല്യൂ ഇരിക്കുന്നത് ആ ഒരു നടന്റെ ആക്ടിംഗ് സ്കില്ലിലും തന്റെ കരിയറിൽ ഇതുവരെ ചെയ്ത സിനിമകളിലും ക്യാരക്ടേഴ്സിലുമാണ്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും എല്ലാം ഓൾറെഡി ലിജൻഡറി ആക്ടേഴ്സ് ആണ്. ഇനി നാളെ പുതിയൊരു നടൻ വന്ന് ഒരു സിനിമ എങ്ങനെയോ പാൻ ഇന്ത്യ റീച്ചായി 800 കോടിയെല്ലാം കളക്ഷൻ നേടിയാൽ ചിലപ്പോൾ ആ ഒരു നടൻ ലാലേട്ടനേക്കാൾ വലിയ മാർക്കറ്റിംഗ് പവറുള്ള ബ്രാൻഡായിരുന്നു വരാം. പക്ഷെ ഇതുകൊണ്ട് ആ ഒരു നടൻ ലാലേട്ടനേക്കാളും മമ്മൂക്കയെക്കാളും വലിയ നടനാകുമോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഇല്ല. അവിടെ മാർക്കറ്റിംഗ് വാല്യൂ മാത്രമേ കൂടുകയുള്ളൂ. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും മലയാള സിനിമയിൽ ടോപ്പായി തന്നെ നിൽക്കും.